പ്രിയമുള്ളവരെ, 3.5 വർഷം പൂർത്തിയായ രണ്ടാം പിണറായി സർക്കാർ പുനഃസംഘടിപ്പിക്കുമോ എന്നതാണ് ഇന്ന് രാഷ്ട്രീയ കേരളം ചോദിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിൽ നിന്നും പ്രതിച്ഛായ മോശമായ അവസ്ഥയിലൂടെയാണ് രണ്ടാം പിണറായി സർക്കാർ സഞ്ചരിക്കുന്നത്. ഇതുമൂലം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും LDF-ന്, അതോടൊപ്പം പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിലും LDF-ന് വലിയ മേൽക്കൈ നേടാത്തതിനാൽ തീർച്ചയായിട്ടും ഒരു പുനഃസംഘടനയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലോചിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാണ് ഇന്ന് രാഷ്ട്രീയ രംഗത്തെ പലരും ആവശ്യപ്പെടുന്നത്. പാർട്ടി സമ്മേളനങ്ങളും ഇത്തരം ആവശ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. മുഖ്യമന്ത്രി തുടരുകയാണെങ്കിൽ അത് LDF-ന് അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ക്ഷീണം വരുമെന്നാണ് പാർട്ടി നേതാക്കളുടെ ഏകദേശം ആളുകളുടെയും അഭിപ്രായം. ഈ അഭിപ്രായത്തിൽ അടുത്ത പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാകുന്നതാണ്. ഈ കാര്യം പറഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും അദ്ദേഹം അവസാന ഒരു വർഷം രാജിവെക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് നിലവിൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ MLA ആണ്. അദ്ദേഹം തളിപ്പറമ്പിൽ നിന്നും ജയിച്ചതിന് ശേഷമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായത്. അതിനുശേഷം അദ്ദേഹം കോടിയേരി ബാലകൃഷ്ണൻ ഒഴിഞ്ഞ ഒഴിവിൽ പാർട്ടി സെക്രട്ടറിയായി. ഈ ടീമിൽ ഒരു വർഷത്തെ മുഖ്യമന്ത്രിയാകാൻ ഗോവിന്ദൻ മാസ്റ്റർക്ക് സാധ്യതയുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതപ്പെടുന്നത്. ഇനി ഒരു വനിതാ മുഖ്യമന്ത്രിയെ പരിഗണിക്കുകയാണെങ്കിൽ KK ശൈലജയെ പരിഗണിക്കാനും സാധ്യതയുണ്ട്. ശൈലജ ഇപ്പോൾ മട്ടന്നൂരിൽ നിന്നുള്ള MLA ആണ്. പ്രതിച്ഛായ നന്നാക്കി അവസാന വർഷം ആനുകൂല്യങ്ങളും സേവനങ്ങളും പ്രഖ്യാപിക്കുകയായിരിക്കും CPM-ൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഇപ്പോഴത്തെ സർക്കാരിൻ്റെയും ലക്ഷ്യം വരുന്നത്. ഇനി ജനപ്രീതി ഉയർന്നിട്ടില്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിക്കാനാവാത്ത തിരിച്ചടി ഉണ്ടാകുന്നതാണ്. മാധ്യമങ്ങൾ ഇപ്പോൾ തന്നെ പ്രതിപക്ഷ പാർട്ടികളെക്കാൾ കൂടുതൽ ഗവൺമെന്റിനെ എതിർക്കുന്നുണ്ട്. ഇനിയും എതിർപ്പ് തുടർന്നാൽ പാർട്ടി അണികളെ സത്യം എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയാതെ വരും. തീർച്ചയായിട്ടും ഒരു മാറ്റം പാർട്ടി അണികളും അതോടൊപ്പം ജനാധിപത്യ വിശ്വാസികളും ആഗ്രഹിക്കുന്നുണ്ട്.